السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. ആദരണീയരായ സ്റ്റേജിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പണ്ഡിതന്മാര് നിർദ്ധാരണം ചെയ്ത, അതായത് ചിന്തിച്ച് എടുത്ത ചില മതവിധികളാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. പക്ഷേ പല നിയമങ്ങളും ഖുർആനിന് വിരുദ്ധവും ഹറാമായ കാര്യങ്ങൾ പോലും കർമ്മശാസ്ത്ര വിധികളായി വന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഫത്ഹുൽ മുഈന് അതിന്റെ 322 പേജ് പരിശോധിച്ചാൽ കാണാം. വല്ലഫിയൂനു, ഫിയൂൺ എന്ന് പറഞ്ഞാല് മയക്കുമരുന്ന്, കറുപ്പ്. വയുക്റഹു അക്കുലു യസീരിൻ മിൻഹ, അത് അല്പം തിന്നൽ കറാഹത്തേ ഉള്ള, കുറ്റം, ഹറാമില്ല. കറാഹത്ത് പറഞ്ഞാൽ ഉത്തമല്ല എന്നർത്ഥം. മിൻ ഗൈരി ഖസദിൽ മുദാവമത്തി, പതിവാക്കാത്ത നിലക്ക്, പതിവാക്കാൻ ഉദ്ദേശിക്കാത്ത നിലയിൽ അല്പം കറുപ്പ്, കഞ്ചാവൊക്കെ അടിച്ചു വിടുന്നതിന് കരാറില്ല. ഇത് കർമ്മശാസ്ത്ര വിധിയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഹനഫി മദ്ഹബുകാരുണ്ടാക്കിയ കർമ്മശാസ്ത്ര, അത് ഫത്ഹുൽ മുഈനിലുണ്ട്. ഇനി ഷാഫി ഇമാമിന്റെ മദ്ഹബിൽ ചില ആളുകൾ കർമ്മശാസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, ഹറാമായ കാര്യങ്ങൾ. അതിൽപ്പെട്ടതാണ് വയുഹറമു നദറുൽ അജ്നബിയത്തി, അന്യ സ്ത്രീകളെ നോക്കൽ ഹറാമാണ്. മിർആത്തിൻ, കണ്ണാടി കൂടെ നോക്ക്. ഒരു പെണ്ണ് അവിടെ കുളിക്കുകയാണെങ്കിൽ ഇവിടെ കണ്ണാടി കൂടെ നോക്കിയിട്ട് ഓളെ സൗന്ദര്യം ആസ്വദിക്കാം. ഇത് കർമ്മശാസ്ത്രമാണ്, അത് മനസ്സിലാക്കണ ആള്. അതുപോലെ തീവ്രത മൂലം ഉണ്ടാക്കിയ ചില കർമ്മശാസ്ത്രങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് മുഖം മറക്കൽ, പെൺകുട്ടികള്. ഇപ്പൊ വലായുദീന സീനത്തവുന്ന ഇല്ലാമാ ലഹറമിന്ന, പ്രകടമായി കാണുന്ന അഴകല്ലാതെ സ്ത്രീകൾ വെളിപ്പെടുത്താൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് 80% പണ്ഡിതന്മാരും മുഫസ്സിറുകളും വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത് അൽ വജ്ഹു വൽ കഫൈനി എന്നാണ്. സ്ത്രീകളെ സംബന്ധിച്ച് മുഖവും 2 മുൻകൈകളും അവർക്ക് പുറത്ത് അന്യ പുരുഷന്മാർക്കിടയിൽ വെളിപ്പെടുത്തുന്നതിന് വിരോധമില്ല എന്നാണ്. പക്ഷെ ഇത് അഫ്ഗാനിസ്ഥാനിലെ അവര് തീവ്രവാദികളാണ്, അവരാണത് ഒന്ന് നടപ്പിൽ വരുത്തിയ രാഷ്ട്രം. ഇത് ഒരിക്കലും സ്ത്രീകൾക്ക് മുഖവും മുൻകൈകളും ഹറാമല്ല എന്ന് പ്രവാചകന്റെ മറ്റുള്ള സുന്നത്തിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ലോകത്ത് ഏറ്റവും അധികം അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന സമ്മേളനം ഏതാ? ഹജ്ജ്, ഉംറ. ആ ഹജ്ജിനും ഉംറക്കും ഇഹ്റാം കെട്ടിയ സ്ത്രീകൾ നിർബന്ധമായും മുഖവും മുൻകൈകളും അന്യപുരുഷന്മാർക്ക് തുറന്നിടണമെന്ന ഇസ്ലാമിന്റെ കൽപ്പന. അത് ഇമാം ബുഖാരി ഉദ്ധരിച്ചതല്ലേ? പെണ്ണ് മുഖം മറക്കാൻ പാടില്ല. 2 കയ്യുറയും ധരിക്കാൻ. ഇഹ്റാമില്, ഹജ്ജിനും ഉംറക്കും ഇഹ്റാമിൽ കടന്ന പെണ്ണിന് മുഖവും മുൻകൈയും മറക്കൽ ഹറാമാണ്. അപ്പൊ മുഖവും മുൻകൈയും ഹറാമായിരുന്നുവെങ്കിൽ ഇസ്ലാം അത് ഒരിക്കലും അത് തുറന്നിടാൻ കൽപ്പിക്കുമായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഒരിക്കല് അസ്മാ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസാ. സഹോദരി
റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നു. ഒരു നേർത്ത വസ്ത്രം ധരിച്ചുകൊണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണെ, ഇതാ ഹാലത്തിൽ മർഅത്തു, പെണ്ണിന് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാല് മുഖവും മുൻകൈയും അല്ലാത്ത ഒരു ഭാഗം അവർ മറക്കാൻ പാടില്ല, അവര് വെളിവാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുഖത്തേക്കും രണ്ട് മുൻകൈകളിലേക്കും ചൂണ്ടിക്കൊണ്ടേ പറഞ്ഞത്, ഈ രണ്ട് ഭാഗങ്ങളല്ലാത്ത എല്ലാ ഭാഗവും സ്ത്രീകൾ മറക്കണം. അപ്പൊ മുഖവും മുൻകൈയും ഔറത്തല്ല എന്ന് പ്രഖ്യാപിച്ച പണ്ഡിതന്മാരിൽ 90% ആളുകളും ഈ രണ്ട് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. മുഖവും മുൻകൈയും ഔറത്തല്ല എന്ന് സ്ഥാപിച്ചിട്ടുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഇമാം നവവി ശറഹുൽ മുദ്വ പറഞ്ഞിട്ടുണ്ട്, ശറഹ് മുസ്ലിമിലും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ മുഖവും മുൻകൈകളും അന്യപുരുഷന്മാർക്കിടയിൽ അവർക്ക് വെളിപ്പെടുത്താം. അതുപോലെ അബൂ ഹനീഫ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖുർത്തുബി, ജലാലുദ്ദീൻ സുയൂത്തി, ഇബ്നു ഹജർ അസ്ഖലാനി, മറ്റുള്ള ഒരുപാട് പണ്ഡിതന്മാര് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിദേഹത്താകുന്ന ചില കർമ്മശാസ്ത്രങ്ങളെ നമ്മളും ചെയ്തു വരുന്ന ചില ആൾക്കാരുണ്ട്. എന്താ, നമ്മളെടുത്തുണ്ട് കുറെ വിദേഹത്ത്. എന്താണ്, ഇപ്പൊ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മുഖം തടവുന്ന ഒരു ഏർപ്പാടില്ലേ, അതെവിടെയുള്ളത്? ആ ഹദീസ് ദഈഫാന്ന് പറയാത്ത ഒരൊറ്റ പണ്ഡിതനും ഇല്ല. നമ്മളാൾക്കാർ മുഴുവൻ ചെയ്യും, നമ്മളാൾക്കാർ ചെയ്തോട്ട് സുന്നത്താവില്ല, എന്നിട്ട് അത് കണ്ടിട്ട് വേറെ പോലും ചെയ്യാണ്. ആ ഹദീസ് ബിദ്അത്താണെന്ന് ഇമാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്. തൗളീഉൽ അഹ്കാമി മിൻ ബുലൂഗുൽ മറാം 7-ാം വാല്യം 557-ാം പേജ് പരിശോധിച്ചാൽ കാണാം. ഇമാം നവവി നൈലുൽ ഔതാർ അദ്ദേഹത്തെ അതിന് 2-ാം വാല്യം 844-845 പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പരമ്പരകളിലുണ്ട് കുല്ലു വാഹിദിൻ മിൻഹും ളുഅഫുൻ, അതിന്റെ എല്ലാ പരമ്പരകളിലും ളുഅഫുണ്ട്, ബലഹീനത ഉണ്ട് എന്ന് ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇമാം ഗസാലി ഹദീസ് മുഖം തടവുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം മുഖം തടവുന്ന ഹദീസ് ലഈഫാണെന്ന് ഇഹ്യാ ഉലൂമുദ്ദീൻ 1-ാം വാല്യം 313-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഫിഖ് സുനീൽ സയ്യിദ് സാബിഖ് റഹ്മത്തുള്ളാഹ് മിൻ ഇദ്ദത്തി തുർഖിൻ കുല്ലുഹാ ലഈഫത്തു, ഒരുപാട് പരമ്പരയിൽ കൂടിയാണ് വന്ന ഹദീസ് അത്. പക്ഷെ കുല്ലുഹാ ലഈഫത്തു, ഒക്കെ ലഈഫ, ദുർബല. അപ്പൊ ഇതാണ് നമ്മൾ വലിയ പുണ്യാചരിച്ച് നമ്മളെ ചില ആൾക്കാര് പ്രാർത്ഥന കഴിഞ്ഞാൽ മുഖം തടവുന്ന സ്വഭാവം, അത് ബിദ്അത്താണ് ശരിക്ക്. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ താടിയിൽ നിന്ന് അല്പം നീണ്ട് നിൽക്കുന്ന ഭാഗം വെട്ടിക്കളയല് നമ്മളെ വിഷ്ണുകാര് പറയലെന്താ, അത് ഹറാമാന്ന. എന്നാല് 4 മദ്ഹബിലെ ഇമാമികൾ അനുവദനീയമാക്കിയിട്ടുണ്ട്. അവര് അൽ ഫിഖ്ഹു അലൽ മദാഹിബിൽ അർബഅ 2-ാം വാല്യം 144, 45, 46 നോക്കാം. 4 ഇമാമുകളും താടിയിൽ നിന്ന് തെറിച്ചു നിൽക്കുന്ന ഭാഗം വെട്ടിച്ചെറുതാക്കല് അനുവദിക്കപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇമാം അബൂ ഹനീഫ അത് സുന്നത്താണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. സുന്നത്താക്കാൻ കാരണം വകാന ഇബ്നു ഉമർ ഇദാ ഹജ്ജ അബിൽ തമറ, ഇബ്നു ഉമർ ഹജ്ജോ ഉംറയോ ചെയ്താൽ ഖബല അലാ ലിഹിയതിഹി, താടി മൊത്തം പൊടിച്ചിട്ട് ഫമാ ഫളുല അഖദഹു, തെറിച്ചു നിൽക്കുന്ന ഭാഗം എടുത്തു കളയും, വെട്ടിക്കളയും. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിന് മുന്നിൽ ഇമാം മാലിക് മുവത്ത 2-ാം വാല്യം 949-ാം പേജിൽ ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ താടിയും മുടിയും കണ്ടമാനം നീട്ടിപ്പോയപ്പോ നബി അയാളെ വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, വെട്ടി വരാം. അങ്ങനെ അയാൾ വെട്ടി വന്ന് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന്. അപ്പൊ നബി പറഞ്ഞു, എടാ ശൈത്താനുമായത് ഇതൊക്കെ പാറിപ്പറത്ത് നടക്കുന്നതിലും നിനക്ക് ഭേദം എന്താണ് സുന്ദരനായ നടക്കലല്ല. അപ്പൊ ഇസ്ലാമില് സൗന്ദര്യമുണ്ട്, ഈ കുരങ്ങന്റെ മാതിരി നടക്കൽ ഇസ്ലാമല്ല. ഇസ്ലാമില് സൗന്ദര്യം ഇല്ലാന്നാ പല ആളുകളും വിശ്വസിച്ചിട്ടുള്ളത്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അള്ളാഹു അഴകുള്ളവനാണ്, അഴകിനെ ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി, അല്ലാഹു തആല
തന്റെ അടിമകൾക്ക് അനുവദിച്ചു കൊടുക്കാൻ, അഴകിനെ ഹറാമാക്കാൻ ആർക്കാണ് അവകാശം? അപ്പൊ ഇസ്ലാമിൽ അഴകുണ്ട്, സൗന്ദര്യം ഒക്കെ ഉണ്ട്, പക്ഷെ അതിനൊക്കെ പരിധി ഉണ്ടെന്ന് മാത്രം. എങ്ങനെയെങ്കിലും നടക്കാൻ പറ്റൂല. അപ്പൊ മുടിയുള്ളവൻ മുടിയെ ആദരിക്കണം എന്ന് റസൂൽ പറഞ്ഞതായിട്ട് അബൂദാവൂദിന്റെ ഹദീസ് കാണാം. എങ്ങനെ മുടിയെ ആദരിക്കല്? അത് വെട്ടിക്കളയൽ തന്നെയാണ്. ദർശിക്കുന്ന ഭാഗം വെട്ടിക്കളയാ.